കാലത്ത് പുറത്തിറക്കിയ കാലത്ത് അങ്ങനെയൊരു അവകാശവാദമില്ലാതിരുന്ന ആളുടെ കയ്യിൽ നിന്നും തിരുകേശം കയ്യിലെത്തി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. പല ഉദാഹരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇക്കാര്യം കൂടെ അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടില്ല, അദ്ദേഹത്തിന്റെ പുസ്തകമല്ല. ശരി, അത് എനിക്ക് തെറ്റിയതാണ്, അവർക്ക് തെറ്റിയതല്ല, അദ്ദേഹത്തിന്റെ പുസ്തകമല്ല. അങ്ങനെയൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ആ കുടുംബത്തിന്റെ കൈവശമുള്ള തിരുശേഷിപ്പുകളെ കുറിച്ച് പരാമർശമില്ല എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഒരാളുടെ കൈവശമുള്ള പുസ്തകത്തിൽ ആ പുസ്തകത്തിലുള്ളതല്ലാതെ അതിൽ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ലല്ലോ. അതിന്റെ അർത്ഥം എല്ലാ പുസ്തകത്തിലും എല്ലാം ഉണ്ടാകണം എന്നല്ല. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്റെ കൈവശമുള്ളതിന് തെളിവില്ല എന്ന് മനസ്സിലാക്കുന്നില്ല, യാതൊരർത്ഥവുമില്ല. മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ആ ജീവിച്ചിരിപ്പുള്ള വ്യക്തിയുമായി ഒരിക്കൽ പോലും ഈ വിഷയത്തെപ്പറ്റി അന്വേഷിക്കുവാൻ കൂടെ പോകാം, ടിക്കറ്റ് എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും തിരിച്ചു വരാം ശ്രീ മുഹമ്മദ് ഫൈസി. ശ്രീ MP ഫൈസൽ, എവിടെയാണ് സത്യം കിടക്കുന്നത് മുടി സംബന്ധിച്ച്? ഇവിടെ അദ്ദേഹം അല്പം മുമ്പ് പറഞ്ഞു ആ പുസ്തകം അഹമ്മദ് ഖസർജിയുമായി ബന്ധമില്ല എന്നുള്ളത്. തീർച്ചയായും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആ അസ്റാറുൽ ആസാറുൻ നബവിയ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് തന്നെ ശ്രീമാൻ കാന്തപുരത്തിന് പ്രവാചക കേശം കൊടുത്തു എന്ന് പറയുന്ന അഹമ്മദ് ഖസർജിയുടെ പിതാവ് മുഹമ്മദ് ഖസർജിയുടെ പേരിൽ രചിക്കപ്പെട്ട, അദ്ദേഹത്തിന് വേണ്ടി രചിക്കപ്പെട്ടൊരു പുസ്തകമാണ്. അപ്പോൾ അഹമ്മദ് ഖസർജി എന്ന് പറയുന്ന ശ്രീ കാന്തപുരത്തിന് തിരുകേശം സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ പിതാവായ അഹമ്മദ് ഖസർജിയുടെ പിതാവായ മുഹമ്മദ് ഖസർജിക്ക് വേണ്ടി രചിക്കപ്പെട്ട ഒരു പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൈവശമുള്ള ഈ കേശത്തെപ്പറ്റി പരാമർശമില്ല എന്ന് പറയുന്നത് യാദൃശ്ചികമാണ് എന്ന് പറഞ്ഞാൽ അത് കേരളീയ സമൂഹത്തിന് വിശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ട്. തീർച്ചയായും ശ്രീ മുഹമ്മദ് ഫൈസി, കേരളീയ സമൂഹത്തിന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും തിരുകേശം സംബന്ധിച്ചുണ്ടാകുന്ന നടപടി വിശദീകരണങ്ങൾ സംബന്ധിച്ച് കേരളീയ സമൂഹത്തെ വിശ്വസിപ്പിക്കേണ്ടതുണ്ട്. എവിടെയാണത് ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് എന്താണ് വിശദീകരണം? കാന്തപുരം ഉസ്താദിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്നവർക്കിടയിൽ യാതൊരു തർക്കവും അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് പോരാ പക്ഷേ ശ്രീ മുഹമ്മദ് ഫൈസി, അത് പോരാ ശ്രീ മുഹമ്മദ് ഫൈസി. മാത്രമല്ല, അത് പലതവണ തെളിയിച്ചിട്ടുള്ളതുമാണ്. ഇനിയും ഹസ്രജി സാഹിബ് തന്നെ ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നതിനും നമുക്ക് യാതൊരു വൈമനസ്യവുമില്ല. അവിടെയാണ് ശ്രീ ഫൈസി ഓണംപള്ളി, അദ്ദേഹം നേരിട്ട് വരുന്നുണ്ട്. കേശം നൽകിയ ആൾ, അതിന് ആധികാരികമായി അതിന് സാക്ഷ്യം പറയാൻ പറ്റുന്ന ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ കാശ് തരാം, വിമാന ടിക്കറ്റ് എടുത്തു തരാം എന്ന് പറഞ്ഞു പോലും പോയില്ല. ഇതാണ് വ്യക്തി വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് ആക്ഷേപിക്കാൻ കാരണം. മാത്രമാണവ ഒന്ന്, അങ്ങനെ അങ്ങോട്ട് പോകാൻ കാശ് തരേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഏതായാലും ഞങ്ങൾക്ക് സ്വന്തമായി വിമാനത്തിൽ പോകാനുള്ള ചെലവും കാര്യങ്ങളും വഹിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ അതൊന്നുമല്ല വിഷയം. മറിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ആരെയും അറിയിക്കാതെ പോയിട്ട് അവിടെ നിന്ന് വാടാ ഇങ്ങോട്ട് എന്ന് വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയത്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു വെറുതെ ഒരു പാഴ് വർത്തമാനം മാത്രമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാക്ഷാൽ ഖസർജി ഇവിടെ വരുന്നുവെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ കൂടി ഒരു മധ്യസ്ഥത എന്ന നിലക്ക് വരികയാണെങ്കിൽ തീർച്ചയാണ് അദ്ദേഹവുമായി സംസാരിക്കാനും ഇതിന്റെ തെളിവുകൾ നിരത്താനും ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായും കാര്യം കൂടി പറയാനുള്ളത്, ഇദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് ഫൈസി, അതിന് തയ്യാറുണ്ടോ? ഇതിപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ചർച്ചയായി വളർന്നിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അഹമ്മദ് ഖസർജിയുമായിട്ടുള്ള നിങ്ങൾ രണ്ട് പക്ഷക്കാരുടെയും കാര്യങ്ങൾക്ക് ഞങ്ങളെ സാക്ഷിയാക്കാൻ, മാധ്യമങ്ങളെ സാക്ഷിയാക്കാൻ കഴിയുമോ? അങ്ങനെ ചെയ്താൽ തന്നെ ഈ കക്ഷികൾ അംഗീകരിക്കുമോ അത് മറ്റൊരു വിഷയമാണ്. കാരണം അവർ ഇതിനേക്കാൾ വ്യക്തമായ കാര്യങ്ങൾ പോലും പലപ്പോഴും നിശ്ചയിച്ചതാണ്. ഇത്രയൊന്നും രൂക്ഷമല്ലാത്ത സമയത്താണ് ഈ വിഷയം പരിഹരിക്കാൻ ഹസ്രതിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നത്. അന്ന് അതിന് അവർ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇത്തരം വലിയ യാതൊരു പ്രശ്നങ്ങളും ഈ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയായും. എന്താണ് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രീ ഫൈസി ഓണംപള്ളി? സമയക്കുറവുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന്. ഞങ്ങൾ വിസമ്മതിച്ചിട്ടില്ല. പക്ഷേ അത് ഒരു പൊതുധാരണ അടിസ്ഥാനത്തിൽ പോകുന്നിടത്ത് നേരത്തെ പോവുകയും പിന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അന്നുണ്ടായത്. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ഇനിയും മധ്യസ്ഥന്മാരായ മാധ്യമ പ്രവർത്തകരും പൊതുപ്രവർത്തകരുടെ മുമ്പിൽ സാക്ഷാൽ ഖസർജിയുമായി ഞങ്ങൾ തെളിയിക്കാനാകുന്ന പ്രമാണങ്ങളോടുകൂടെ ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പ്രവാചകരുടെ കേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
സംശയങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ തന്നെ ചരിത്രപരമായി അത് തെളിയിക്കാൻ വേണ്ടിയുള്ള പിന്നെ കാരണങ്ങൾ കാട്ടിയതായി ഇസ്ലാമിക ചരിത്രം പറയുന്നു എന്ന് സുന്നി വോയിസ് തന്നെ, അതായത് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രിന്റർ ആൻഡ് പബ്ലിഷർ ആയിട്ടുള്ള സുന്നി വോയിസിൽ തന്നെ ഇങ്ങനെ കാണാം. ഈ പുണ്യകേശം കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് വെച്ചു. പണ്ഡിതന്മാർ പുണ്യകേശത്തിന്റെ യാഥാർത്ഥ്യം സ്ഥിരീകരിച്ചെങ്കിലും ഔറംഗസീബ് മറ്റു പരിശോധനകളിൽ ഏർപ്പെട്ടു. റസൂലിന്റെ പുണ്യകേശം അദ്ദേഹം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വെച്ചു. മറ്റു വസ്തുക്കൾക്ക് ഉണ്ടാകുന്നത് പോലുള്ള നീൾ അതിന് ദൃശ്യമായില്ല. പിന്നീട് അദ്ദേഹം പുണ്യകേശം തീയിൽ കാണിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തീ അതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. പിന്നീട് മധുരം പുരട്ടിയ ഒരു കടലാസിൽ വെച്ച് ഒരു ചെറുകീടം പോലും അതിന് അടുത്തു വന്നില്ല. ഇതിൽ ആശ്ചര്യവാനായ ഔറംഗസീബ് ഇത് അജ്മീർ ഷെരീഫിൽ സൂക്ഷിക്കാൻ ഉത്തരവിട്ടു. ഞാൻ അതിലൊരു കൊട്ടേഷൻ ഒരു ഉദ്ധരണി മാത്രമാണ് വെച്ചത്. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇദ്ദേഹം തന്നെ, അതായത് സാക്ഷാൽ കാന്തപുരം അവതാരിക എഴുതിയ തിരുകേശ മഹത്വം വർത്തമാനം എന്ന പുസ്തകത്തിൽ തന്നെ പ്രതിപാദിക്കുന്നത് കാണാം. മദീനയിലെ അമീറായിരുന്ന സയ്യിദ് ഹസനുബിൻ മലീഹ് റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ ഭരണാധികാരി ബഖ്റൂജിനെ സന്ദർശിച്ച അവസരത്തിൽ സയ്യിദ് ഹസൻ അദ്ദേഹത്തിന് ഒരു സമ്മാനമായി പ്രവാചകേശം നൽകി. പക്ഷെ അത് സംബന്ധമായി ഒരു സംശയം പ്രകടിപ്പിച്ചു. ഞാൻ മുഴുവൻ വായിക്കാത്തത് ഈ സമയ ദൗർലഭ്യം കൊണ്ടതാണ്. തിരുകേശങ്ങൾ ഉരകല്ലിൽ വെച്ച് അഗ്നിക്കിരയാക്കി. അത്ഭുതം, ഒരു കേശം പോലും കത്തിയില്ല. ബഖ്ചൂർ പൊട്ടിക്കരഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു, മാപ്പപേക്ഷിച്ചു. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഫൈസി ഓണംപള്ളി. ശ്രീ സി മുഹമ്മദ് ഫൈസി, അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് തയ്യാറുണ്ടോ? ഏത് തരത്തിലാണ് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക? ഇനി കേട്ടിടത്തോളം ഇതിന് സൂക്ഷിക്കാനൊരു പള്ളിയും അതിനു ചുറ്റും ഇപ്പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കും അത്. അതിൻ്റെ അടിസ്ഥാനം വ്യാജമായ ഒരു കാര്യമാണ് എന്ന് വരുന്നത് പിൽക്കാലത്തും ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വാദങ്ങളും ന്യായങ്ങളും തെളിയിക്കുവാൻ ഞങ്ങൾ എപ്പോഴും തന്നെ സന്നദ്ധരാണ്. ആർക്ക് ഏത് തർക്കമുണ്ടെങ്കിലും അത് പരിഹരിച്ച് സൗമ്യമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. പക്ഷേ വാശി പിടിച്ച് ഒരു വ്യക്തിയോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ അങ്ങാടികളിൽ ബഹളമുണ്ടാക്കി വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇസ്ലാമിക സമൂഹത്തിന് തന്നെ അപമാനമുണ്ടാക്കുന്ന നീക്കങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നതും പ്രതിഷേധിക്കുന്നതും. തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിശദീകരണങ്ങളും മറ്റുമായി ഇത് അവസാനിപ്പിച്ചു കൊള്ളുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീ അഷ്റഫ് കടക്കൽ, അവസാനമായി ഇസ്ലാമിക സമൂഹം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു കാര്യമാണ് ചർച്ചയാകുന്നത് എന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? ഇത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്നത് ഒരു സയൻസിലും സാങ്കേതിക വിദ്യയിലും ഒക്കെ അങ്ങേയറ്റം മുന്നേറ്റം നടത്തിയ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഇതിൽ ഈ മുടി തന്നെ നമുക്ക് കരിക്കൽ അതുപോലുള്ള പരിപാടികളിലേക്ക് പോകാതെ അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് ഒരുപക്ഷെ നമുക്ക് എന്തുകൊണ്ട് DNA ടെസ്റ്റ് ആയിക്കൂടാ? അല്ലെങ്കിൽ ഈ കാർബൺ ടെസ്റ്റ് നടത്തി അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഒരു പരീക്ഷണത്തിനെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലാബ് ടെസ്റ്റിന് ഇത് വിധേയമാക്കുമ്പോൾ തന്നെ പ്രാഥമികമായും ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു പുകമറ നമുക്ക് നീക്കാൻ സാധിക്കും. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇത് ഒരു പരിഷ്കൃത സമൂഹത്തെ വളരെ കാലങ്ങൾ, നൂറ്റാണ്ടുകൾ പിറകിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് ഈ കാണുന്നത്. ഇത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിന്നൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലൊക്കെ ഇത് തികച്ചും സമൂഹത്തെയും സമുദായത്തെയും ഒക്കെ പരിഹാസ്യമാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളും ചെയ്തികളുമൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഇവിടെ നേരത്തെ ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചു ചരിത്രപരമായി ഇതിനൊക്കെ തെളിവുകളുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഉദ്ധരിച്ച 4 പ്രമുഖ ചരിത്രകാരന്മാരും അറബി ഭാഷയിലുള്ള ഏറ്റവും ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ഇനി അതല്ല, അതിനുശേഷം എഴുതപ്പെട്ട നബിചരിത്രവുമായി ബന്ധപ്പെട്ട 10ഓളം ചരിത്രകൃതികൾ വ്യക്തിപരമായി ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടി തന്നെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളുമായി. അതിലൊന്നും തന്നെ ഈ കേശമോ അല്ലെങ്കിൽ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങൾ, അതിനൊന്നും ചരിത്രപരമായി തെളിവില്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ അപരിഷ്കൃതമായ ഈ ആധുനിക കാലഘട്ടത്തിന് യോജിക്കാത്ത ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ പറയാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ അഷ്റഫ് കടക്കൽ ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ MP ഫൈസൽ വളരെ നന്ദി. ഒപ്പം വളരെ നന്ദി ശ്രീ ഫൈസി ഓണംപള്ളി ഞങ്ങളുടെ കോഴിക്കോട് സ്റ്റുഡിയോയിലെത്തിയതിന്. ശ്രീ സി മുഹമ്മദ് ഫൈസി ടെലിഫോണിലൂടെ ഇത്രയും നേരം ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ന്യൂസ് നൈറ്റ് ഇടവേള.